നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സ് ഓൺ സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഫ്യൂച്ചർ ടെൻസിന്റെ മൂന്നാമത്തെ പിരിവായിട്ടുള്ള അല്ലെങ്കിൽ തേർഡ് ഡിവിഷൻ ഓഫ് ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പരിചയപ്പെടാം. ഏതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ എങ്ങനെ പറയാം? ഭാവി കാലത്തിൽ അല്ലെ, ഫ്യൂച്ചർ ആണ്. ഭാവി കാലത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കഴിയുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. ഭാവി കാലത്തിൽ ഒരു നിശ്ചിത സമയത്ത് നടന്ന് കഴിയുന്ന പ്രവൃത്തിയെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നടന്ന് കഴിയും, അല്ലെ നിശ്ചിത സമയത്തിനുള്ളിൽ നടന്നു കഴിയുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. അതായത് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഭാവി കാലമാണ്. പക്ഷെ ഈ സമയത്തിനുള്ളിൽ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതിനാണ് പ്രാധാന്യം. ഭാവി കാലമാണ്, എന്നിരുന്നാൽ പോലും ഒരു നിശ്ചിത സമയം പറയുന്നു. ആ സമയത്തിനുള്ളിൽ നടന്നു കഴിയും എന്ന് പറയുന്നു. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലെ, ഒരു പെർഫെക്റ്റ് ഫോമിലാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഉറപ്പ് പോലെ, ഒരു വാഗ്ദാനം പോലെ, അല്ലെങ്കിൽ ഒരു പ്രോമിസ് പോലെ നമ്മൾ പറയുകയാണ്. എന്താ പറയുന്നു? ഭാവി കാലത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ഞാനൊരു സമയം പറയുന്നു, ആ സമയത്തിനുള്ളിൽ പ്രവൃത്തി നടന്നു കഴിഞ്ഞിരിക്കും എന്ന് നേരത്തെ പറയുകയാണ്. ഫ്യൂച്ചർ ആണ്, എന്നിരുന്നാൽ പോലും ഉറപ്പിച്ച് പറയുകയാണ്. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഒരു ഉദാഹരണം കാണുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാകും. ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും അല്ലെ. അടുത്ത ആഴ്ച ഈ സമയത്ത്, ഒരു ഉദാഹരണം, അടുത്ത ആഴ്ച കാര്യം പറയുന്നു. അടുത്ത ആഴ്ച ഈ സമയത്ത് അല്ലെ, അടുത്ത ആഴ്ച അല്ലെങ്കിൽ നാളത്തെ 2 ദിവസം കഴിഞ്ഞുള്ള കാര്യം എപ്പോഴും ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിരിക്കണം അല്ലെ. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. അല്ല, നാളത്തെ കാര്യമായിക്കോട്ടെ, നാളത്തെ കാര്യം പറയുകയാണ്. ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും അല്ലെ. കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല, പക്ഷെ പോയി കഴിഞ്ഞിരിക്കും. 8 മണിക്കകം. അപ്പോൾ ഒരു നിശ്ചിത സമയം, ഭാവി കാലത്തിലെ ഒരു നിശ്ചിത സമയം പറയുന്നു. 8 മണി എന്നൊരു നിശ്ചിത സമയം പറയുന്നു. അതിനുള്ളിൽ കഴിഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. പോയി കഴിഞ്ഞിരിക്കും, അതാണ് അവിടുത്തെ വെർബ്. പോയി കഴിഞ്ഞിരിക്കും. 8 മണി എന്നുള്ളത് അവിടുത്തെ നിശ്ചിത സമയം, പോയി കഴിഞ്ഞിരിക്കും എന്നുള്ളത് അവിടുത്തെ പ്രധാന ക്രിയ അല്ലെങ്കിൽ വെർബ് അല്ലെ. പോയി കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് അല്ലെ. ഏതാണ്? മലയാളത്തിൽ പറയുമ്പോൾ ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. ഓക്കെ, വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോ എല്ലാ ടെൻസിനുള്ളത് പോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനും അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഘടനയുണ്ട്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം. വളരെ സിമ്പിൾ ആണ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെ, ഫ്യൂച്ചർ ടെൻസിന്റെ 2 ഡിവിഷൻസ് നമ്മൾ കണ്ടു. അതിനെല്ലാം ഉള്ളതുപോലെ തന്നെയാണ് ഏകദേശ ഫോർമാറ്റ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? കണ്ടോ, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണല്ലേ. V3 ആണ്. ഫ്യൂച്ചർ ഫോം ആണെങ്കിലും V3 ആണ് വന്നിരിക്കുന്നത്. V3 എന്ന് പറയുമ്പോൾ വെർബിന്റെ ഏത് ഫോം ആണ്? തേർഡ് ഫോം ഓഫ് ദി വെർബ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോം ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വെർബിന്റെ പെർഫെക്റ്റ് ഫോം ആണ് അല്ലെ. പെർഫെക്റ്റ് ഫോം ആയതുകൊണ്ടാണ് നമ്മൾ പോയി കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം ഒരു പ്രോമിസ് പോലെ പറയുകയാണ്, ഫ്യൂച്ചർ ആണെങ്കിൽ പോലും. അപ്പോ അതുകൊണ്ടാണ് V3 വന്നിരിക്കുന്നത്. കണ്ടോ. അപ്പോ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ. നമുക്ക് ചില ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ അല്ലെ, ടെൻസിനെ പറ്റി കൂടുതൽ പരിചയമില്ലാത്തപ്പോൾ നമുക്ക് തോന്നും, അയ്യോ വില്ല് ഷാളും ഒക്കെ വന്നിട്ട് എങ്ങനെ വെർബിന്റെ തേർഡ് ഫോം ആണ് കയറി വരുന്നത്, ഇത് ഫ്യൂച്ചർ അല്ലേ, വില്ല് ഷാൾ ഫ്യൂച്ചറിലല്ലേ വരുന്നത്, എന്നിട്ട് എങ്ങനെ വെർബിന്റെ പാസ്റ്റ് ഫോം അല്ലെ, മൂന്നാമത്തെ ഫോം, വെർബിന്റെ മൂന്നാമത്തെ ഫോം ഒക്കെ എങ്ങനെ കയറി വരുന്നു, അത് ക്വസ്റ്റ്യൻ തെറ്റല്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. കണ്ടോ, ഇവിടെ എന്താണ് ഹാവ് വന്നതിന്റെ കാര്യം? എന്താണ്?
കണ്ടോ ഹാവ് കണ്ടോ ഹാവ് കണ്ടോ ഹാവ് ഹാവ് എന്നുള്ളത് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു ഐഡന്റിറ്റി ആണ്. എന്തുകൊണ്ടാണ് ഹാവ് വന്നത്? V3 അല്ലെ, V3 അതായത് വെർബിന്റെ തേർഡ് ഫോം. വെർബിന്റെ തേർഡ് ഫോം ആയിട്ടുള്ള V3 വരുമ്പോൾ, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുമ്പോൾ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോം വരുമ്പോൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഹാവിന്റെ രൂപങ്ങൾ വേണം യൂസ് ചെയ്യാൻ അല്ലെ, ഹാവിന്റെ രൂപങ്ങൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ഈ ഫോർമാറ്റ് കണ്ടു, സ്ട്രക്ചർ കണ്ടു, എങ്ങനെയാണ് ഈ ഫോർമാറ്റിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഹാവ് എങ്ങനെയാണ് ഹാവ് വന്നത്? ഇവിടെ വെർബിന്റെ തേർഡ് ഫോം ആണ്. എന്തുകൊണ്ടാണ്? പെർഫെക്റ്റ് ഫോം ആണ് അല്ലെ, പെർഫെക്റ്റ് ഫോം ഓഫ് ദി വെർബ് അല്ലെ, വെർബിന്റെ തേർഡ് ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുമ്പോൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോം വരുന്ന കേസിൽ നമ്മൾ ഏതിന്റെ രൂപമാണ് ക്വസ്റ്റ്യനിലൂടെ അല്ല നമ്മുടെ സെന്റൻസിലൂടെ വരുന്നത്? ഹാവിന്റെ രൂപം വേണം വരാൻ അല്ലെ, ഹാവിന്റെ രൂപം വേണം. എന്തുകൊണ്ട്? V3 വന്നതുകൊണ്ട് ഹാവിന്റെ രൂപങ്ങളായിട്ടുള്ളത് വേണം ഓക്സിലറി വെർബ് ആയിട്ട് വരാൻ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം V3 വന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വന്നതുകൊണ്ട്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോം ആണ് നമ്മുടെ ഫോർമാറ്റിൽ അല്ലെ, നമ്മുടെ ഇതിന്റെ ഫോർമാറ്റില് ഇതിന്റെ സ്ട്രക്ചറിൽ പെർഫെക്റ്റ് ഫോം ആണ്. ഈ പെർഫെക്റ്റ് ഫോം വന്നതുകൊണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മള് ഹാവിന്റെ രൂപങ്ങൾ വേണം ഓക്സിലറി വെർബായിട്ട് വരാൻ. അപ്പൊ ഹാവിന്റെ ഏത് രൂപങ്ങൾ വരണം? ഫ്യൂച്ചർ രൂപങ്ങൾ വരണം അല്ലെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഹാവിന്റെ രൂപങ്ങൾ വരണം V3 ആയതുകൊണ്ട്. അത് മാത്രം പോരാ, ഫ്യൂച്ചർ രൂപങ്ങൾ, ഹാവിന്റെ ഫ്യൂച്ചർ ഫോം വരണം. ഹാവിന്റെ ഫ്യൂച്ചർ ഫോം, ഹാവിന്റെ ഭാവി കാലം വരണം. ഹാവിന്റെ ഫ്യൂച്ചർ ഫോം ഏതൊക്കെയാണ്? വില്ലും ഷാളും. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഈ ഫോർമാറ്റ് സ്ട്രക്ചർ ഉണ്ടായെന്ന് കണ്ടോ? എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? V3 ഫോം അല്ലെ, പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയതുകൊണ്ട് V3 ഉണ്ട്, വെർബിന്റെ തേർഡ് ഫോം ഉണ്ട്. അപ്പൊ വെർബിന്റെ തേർഡ് ഫോം വരുന്ന കേസിൽ നമ്മൾ ഹാവിന്റെ രൂപങ്ങൾ വേണം എഴുതാൻ. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാവിന്റെ ഫ്യൂച്ചർ രൂപങ്ങൾ വേണം എഴുതാൻ. ഹാവിന്റെ ഫ്യൂച്ചർ ഫോം ഏതൊക്കെയാണ്? വില്ലും ഷാളും. അങ്ങനെയാണ് ഇവിടെ വിൽ ഓർ ഷാൾ വന്നത്. അത് മനസ്സിലായല്ലോ. അപ്പൊ വിൽ ഓർ ഷാൾ എന്നാണ് നമ്മൾ, വിൽ ഓർ ഷാൾ അല്ലെ, ഒന്നെങ്കിൽ വില്ല് അല്ലെങ്കിൽ ഷാൾ. അപ്പൊ എങ്ങനെയാണ് ഈ വില്ല് അല്ലെങ്കിൽ ഷാൾ എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിന്റെ 2 ഡിവിഷൻ പഠിച്ചപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അല്ലെ, എങ്ങനെയാണ് നമ്മൾ വിൽ ഓർ ഷാൾ യൂസ് ചെയ്യേണ്ടത്, ഫ്യൂച്ചർ ടെൻസിന്റെ കേസിൽ എങ്ങനെയാണ് വിൽ ഓർ ഷാൾ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പേഴ്സണിനെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ? ആര്? നമ്മുടെ സബ്ജക്ട്. ഒന്നുകൂടെ പറയാം, നമ്മൾ എങ്ങനെയാണ് വിൽ ഓർ ഷാൾ, ഇവിടെ വരെ നമുക്ക് മനസ്സിലായി അല്ലെ, ഈ ഒരു ഫോർമാറ്റ് എങ്ങനെ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. അപ്പൊ V3 വന്നതുകൊണ്ട് ഹാവ് വന്നു, ഹാവിന്റെ ഫ്യൂച്ചർ ഫോം ആയിട്ടുള്ള വില്ല് ഷാൾ വന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് ഇനി എന്താണ് അറിയേണ്ടത്? വിൽ ആണോ ഷാൾ ആണോ, അതെങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡിസൈഡ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറയുന്നു പേഴ്സണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലെ. അപ്പം അത് പേഴ്സണിനെ അടിസ്ഥാനപ്പെടുത്തിയാന്ന് പറയുന്നു. അപ്പം ഏത് അവസരത്തിലാണ്? സബ്ജക്ട് അല്ലെ, നമ്മുടെ സബ്ജക്ട്, നമ്മുടെ കർത്താവ് ആരാണ്? കർത്താവ് ഫസ്റ്റ് പേഴ്സൺ ആണോ, സബ്ജക്ട് സെക്കൻഡ് പേഴ്സൺ ആണോ, സബ്ജക്ട് തേർഡ് പേഴ്സൺ ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വിൽ ആണോ ഷാൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ പഠിച്ചതാണ് അല്ലെ, എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് പഠിച്ചതാണ്. എന്നിരുന്നാലും ഒന്നുകൂടെ പറയുന്നു, ഈ വിൽ ഓർ ഷാൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു പേഴ്സണിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുന്നു. ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ 2 സെൻസിന്റെ കാര്യം പറയുന്നത് അല്ലെ, സിമ്പിൾ സെൻസും സീരിയസ് സെൻസും. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അത് ലാസ്റ്റ് ക്ലാസ് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആകും. എന്നിരുന്നാൽ പോലും ചെറിയൊരു സമ്മറി പോലെ പറയാം. എന്താണ് സിമ്പിൾ സെൻസ്? സിമ്പിൾ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പില്ലാത്ത കാര്യം പറയുന്നത് അല്ലെ, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഉറപ്പില്ലാതെ പറയുന്നതാണ് അല്ലെ, നാളെ വരാം അല്ലെ, വരാതിരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നതാണ് സിമ്പിൾ സെൻസ്. പിന്നെ സീരിയസ് സെൻസ് എന്താണ്? അത് ഒരു ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു സത്യം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം പോലെ പറയുന്നതാണ് സീരിയസ് സെൻസ്. അതാണ് ഇതിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പോ ഈ നമ്മൾ വീണ്ടും പറയുന്നു പേഴ്സണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വിൽ ഓർ ഷാൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോഴും എന്ത് ശ്രദ്ധിക്കണം? സിമ്പിൾ സെൻസ് ആണോ സീരിയസ് സെൻസ് ആണോ എന്ന് ശ്രദ്ധിക്കണം. കാരണം സിമ്പിൾ സെൻസിലാണെങ്കിൽ അതിന് വില്ലാണോ ഷാളാണോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീരിയസ് സെൻസ് ആണെങ്കിൽ വില്ലാണോ ഷാളാണോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ എക്സാമ്പിൾ, നമ്മുടെ ആദ്യം മലയാളത്തിൽ പറഞ്ഞ എക്സാമ്പിൾ നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ആ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ആരാണ്? നമ്മുടെ കർത്താവ് ആരാണ്? ഞങ്ങൾ, അല്ലെ? ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വി, അല്ലെ? വി. ഞങ്ങൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വി. അപ്പൊ വി എന്നുള്ളത് എന്താണ് നമുക്കറിയാം. ഫസ്റ്റ് പേഴ്സൺ ആണ്, അല്ലെ? ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്. ഫസ്റ്റ് പേഴ്സൺ ആണ് വി. വി എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോ ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിമ്പിൾ സെൻസിൽ എന്തായിരിക്കണം, ഫസ്റ്റ് പേഴ്സൺ സീരിയസ് സെൻസിൽ എന്തായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? സിമ്പിൾ സെൻസ് ആണോ സീരിയസ് സെൻസ് ആണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഒരു സീരിയസ് സെൻസിലാണ് പറയുന്നത്, അല്ലെ? എന്താണ്? ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. കേട്ടോ, ഒരു ഉറപ്പ് പോലെ പറയുകയാണ്. 8 മണിക്കകം, ആ സമയം, നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങൾ പോയി കഴിഞ്ഞിരിക്കും, അല്ലെ? ആ സമയം വളരെ വ്യക്തമായിട്ട് സമയം അനുസരിച്ചാണ് പറയുന്നത്, അല്ലെ? ഈ സമയത്ത് 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. അപ്പൊ ഒരിക്കലും അതൊരു സിമ്പിൾ സെൻസ് അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സെൻസ് ആണ്. സീരിയസ് സെൻസിലാണ് പറയുന്നത്. സീരിയസ് സെൻസിൽ പറയുമ്പോൾ സബ്ജക്ട് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുമ്പോൾ എന്ത് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ. വില്ല് യൂസ് ചെയ്യണം. എന്ത് യൂസ് ചെയ്യണം? വില്ല് യൂസ് ചെയ്യണം. ഷാൾ അല്ല, വില്ലാണ്. ഒന്നുകൂടെ പറയാം. സബ്ജക്ട് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുമ്പോൾ സീരിയസ് സെൻസിൽ വിൽ ആണോ ഷാൾ ആണോ യൂസ് ചെയ്യേണ്ടത്? വിൽ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ സീരിയസ് സെൻസ് ആണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും, അല്ലെ? ഒരു ഉറപ്പ് പോലെ പറയുകയാണ്, ഒരു പ്രോമിസ് പോലെ പറയുകയാണ്. അതുകൊണ്ട് സീരിയസ് സെൻസ് ആണ്. സീരിയസ് സെൻസ് ആയതുകൊണ്ടും നമ്മുടെ സബ്ജക്ട് ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ടും ഏത് യൂസ് ചെയ്യണം? വില്ല് യൂസ് ചെയ്യണം. ഒരിക്കലും മാറിപ്പോരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഫ്യൂച്ചറിന്റെ കേസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ, അല്ലെ? വില്ലാണോ ഷാളാണോ? ബാക്കി കാര്യം നമുക്കറിയാം. വില്ലാണോ ഷാളാണോ എന്നൊരു കൺഫ്യൂഷനാണ് പ്രധാനമായിട്ടും എല്ലാവരിലും കണ്ടുവരുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മൾ വില്ല് സെലക്ട് ചെയ്തത്? നമ്മൾ ആദ്യം നോക്കി സബ്ജക്ട് ആരാണോ നോക്കി. സബ്ജക്ട് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട് ആയിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ നോക്കി സീരിയസ് സെൻസ് ആണോ സിമ്പിൾ സെൻസ് ആണോ? സീരിയസ് സെൻസ് ആണ്. അപ്പൊ സീരിയസ് സെൻസിൽ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട് ആയിട്ട് വരുമ്പോൾ വില്ല് യൂസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വില്ല് യൂസ് ചെയ്തു. വി വിൽ. ഇനി ബാക്കി ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ വിൽ ഓർ ഷാളിന് ശേഷം എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാവ് യൂസ് ചെയ്യണം, അല്ലെ? ഹാവ് യൂസ്. കാരണം അത് കഴിഞ്ഞിട്ട് എന്താണ്? V3 ആണ് വരേണ്ടത്. അപ്പൊ ഹാവ് വന്നു. അപ്പം വി വിൽ ഹാവ്. കണ്ടോ? വി വിൽ ഹാവ്. വി ഷാൾ ഹാവ് അല്ല, വി വിൽ ഹാവ്. ഇനി V3 എന്ന് പറയുമ്പോൾ വെർബിന്റെ തേർഡ് ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, പെർഫെക്റ്റ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ പോകുന്ന കാര്യം, അല്ലെ? പോയി കഴിഞ്ഞിരിക്കും, പോകുന്ന കാര്യമാണ് പറഞ്ഞത്, അല്ലെ? പോവുക എന്നതിന്റെ എന്താണ് ഇംഗ്ലീഷ്? ഗോ ആണ്. അപ്പൊ ഗോയുടെ V3 ഫോം, മൂന്നാമത്തെ ഫോം വേണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, പെർഫെക്റ്റ് ഫോം ആയിട്ടുള്ള ഗോൺ വേണം എഴുതാൻ. കേട്ടോ? ഗോയോ വെന്റോ ഒന്നും അല്ല എഴുതേണ്ടത്, ഗോൺ ആണ് എഴുതേണ്ടത്. V3 ഫോം ആണ് എഴുതേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് പെർഫെക്റ്റ് ഫോം വേണം എഴുതാൻ. അപ്പം വി വിൽ ഹാവ് ഗോൺ അവിടെ വരെ എഴുതി. ഇനി ബാക്കി എന്താണ്? ബാക്കി സിമ്പിൾ ആണ്, അല്ലെ? ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. 8 മണിക്കകം എന്നുള്ളത് അർത്ഥം വരുമ്പോൾ, മീനിങ് വരുമ്പോൾ വിത്തിൻ 8 o'clock. വി വിൽ ഹാവ് ഗോൺ വിത്തിൻ 8 o'clock. ഞങ്ങൾ 8 മണിക്കകം പോയി കഴിഞ്ഞിരിക്കും. വി വിൽ ഹാവ് ഗോൺ വിത്തിൻ 8 o'clock. ക്ലിയർ അല്ലേ? പറഞ്ഞപ്പോ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? അതായത് ഭാവി കാലമാണ്, അല്ലെ? ഭാവി കാലത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതിനാണ് പ്രാധാന്യം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി കഴിഞ്ഞിരിക്കും എന്ന് നമ്മൾ പറയുകയാണ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കഴിയുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ അതിന്റെ ഫോർമാറ്റ്, സ്ട്രക്ചർ നമ്മൾ കണ്ടു. അതെങ്ങനെയാണ് ആ സ്ട്രക്ചറിലേക്ക് എത്തിയത് എന്ന് നമ്മൾ കണ്ടു. അപ്പം ആ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വില്ലാണോ ഷാളാണോ എങ്ങനെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മലയാളത്തിൽ പറഞ്ഞ ആ ഉദാഹരണം നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റും ചെയ്തു ഫോർമാറ്റ് പ്രകാരം. അപ്പോൾ
ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു, ഡൗട്ടൊന്നും ഇല്ലെന്ന് കരുതുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ദെൻ ബൈ, ടേക്ക് കെയർ.